ഖുർആൻ ക്ലാസ്സിലെ സൂറത്ത് ആലി ഇമ്രാനിലെ ആദ്യത്തെ 7 വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. 7-ാമത്തെ വാക്യം മുത്തശാബിഹും മുഹക്കമും ആയ ആയത്തുകൾ ഖുർആനിലുണ്ട്. അതിൽ മുത്തശാബിഹിൻ്റെ പിന്നാലെ പോയാൽ ഫിത്നയിൽ ചെന്ന് കുടുങ്ങും എന്ന് പറയുന്ന കൊഞ്ഞനം കുത്തലായിരുന്നു. അതിൻ്റെ പശ്ചാത്തലമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞത്. ക്രിസ്ത്യാനികൾ വന്ന് മുഹമ്മദിനോട് ഖുർആനിലെ റൂഹുൽ ഖുദ്സും കന്യാമറിയത്തിൻ്റെ റൂഹ് ഊതിക്കയറ്റിയുള്ള ഗർഭധാരണവും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറയുന്ന ത്രിത്വവും ഖുർആനിൽ എഴുതി വച്ചിട്ടുള്ള ഈ കാര്യങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസം എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ മുഹമ്മദ് വെള്ളം കുടിക്കുകയും അവസാനം അവരെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് മുത്തശാബിഹിൻ്റെ പിന്നാലെ പോയി ഫിത്ന ഉണ്ടാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്യുന്ന ദയനീയമായ കാഴ്ചയാണ് കഴിഞ്ഞ ആ വാക്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇനി തുടർന്ന് വരുന്ന വാക്യങ്ങൾ ആ സമയത്ത് മുഹമ്മദിനുണ്ടായ വെപ്രാളം കാരണം സമചിത്തത നഷ്ടപ്പെടുകയും നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കിളി പോവുകയും പറയേണ്ട കാര്യങ്ങൾ ആര് പറയുന്നു എപ്പോൾ പറയുന്നു എന്നതുപോലും ഓർക്കാതെ ഗ്രാമർ തെറ്റിച്ച് മുഹമ്മദ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വന്തം അനുയായികളെ കബളിപ്പിക്കുന്നതുമാണ് ഇനി നമ്മൾ കാണുന്നത്. ഞാൻ 8-ാമത്തെ വാക്യം മുതൽ വായിക്കാം. ഞങ്ങളുടെ നാഥ, ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ തെറ്റിക്കരുതേ. നിൻ്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. തീർച്ചയായും നീ അത്യധികം ഔദാര്യവാനാകുന്നു. ഞങ്ങളുടെ നാഥ, തീർച്ചയായും നീ ജനങ്ങളെയെല്ലാം ഒരു ദിവസം ഒരുമിച്ച് കൂട്ടുന്നതാകുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും അള്ളാഹു വാഗ്ദാനം ലംഘിക്കുന്നതല്ല. ഇവിടെ ക്രിസ്ത്യാനികളുടെ മുമ്പിൽ തോറ്റമ്പിയപ്പോൾ ഉത്തരം പറയാൻ കഴിയാതെ അവരുടെ മുമ്പിൽ കൊഞ്ഞനം കുത്തി സ്വന്തം അനുയായികളുടെ മുമ്പിൽ പരിഹാസ്യനായ സമയത്ത് മുഹമ്മദ് കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളായ അനുയായികളെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ വേണ്ടി അവരുടെയൊക്കെ മനസ്സിൽ ഇതുണ്ടാക്കിയേക്കാവുന്ന ആശയക്കുഴപ്പവും അവരുടെ വിശ്വാസത്തിലുണ്ടായേക്കാവുന്ന ചാഞ്ചല്യവും മുൻകൂട്ടി കണ്ടുകൊണ്ട് മുഹമ്മദ് അവിടെ വെപ്രാളപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിനോട്. പക്ഷേ ആ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ വചനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ ഉൾപ്പെടുത്തി. കാരണം മുഹമ്മദ് സാധാരണ പ്രാർത്ഥിക്കുന്നത് പോലെയോ സംസാരിക്കുന്നത് പോലെയോ അല്ല. ആ സമയത്ത് മുഹമ്മദിന് കിളി പോയതുകൊണ്ട് വെളിപാടിൻ്റെ ശരീരഭാഷയിലാണ് മുഹമ്മദ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ആളുകൾ ഇത് ഖുർആൻ വചനമാണ്, അള്ളാഹിൻ്റെ വെളിപാടാണ് എന്ന് ധരിച്ച് അതും എഴുതി വെച്ചു. അത് ഖുർആൻ ക്രോഡീകരിക്കുന്ന സമയത്ത് അതും ഖുർആനിൽ കൊണ്ടുപോയിട്ട് തുന്നിച്ചേർത്തു. ഇതായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക. അതല്ല എങ്കിൽ മുഹമ്മദിന് മൊത്തം കിളി പോയ സമയത്ത് മുഹമ്മദ് അള്ളാഹു ആണ് പറയുന്നത് എന്ന കാര്യം പൂർണ്ണമായി വിസ്മരിച്ചുകൊണ്ട് മറന്നുകൊണ്ട് മുഹമ്മദ് നേരിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തിയതും ആവാം. അതല്ല എങ്കിൽ ഈ ഖുർആൻ വചനം ദൈവത്തിൻ്റെ വചനമാണ് എങ്കിൽ ഈ വചനങ്ങളുടെ ഗ്രാമർ അനുസരിച്ച് ഇതിൻ്റെ ഭാഷാ വ്യാകരണം അനുസരിച്ച് ഇവിടെ അള്ളാഹുവിൻ്റെ തൗഹീദ് പൊളിഞ്ഞ് പാളീസാവും. കാരണം നിങ്ങൾ നോക്കൂ, ഞങ്ങളുടെ നാഥ, ആരാ പറയുന്നത്? അള്ളാഹു. ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ തെറ്റിക്കരുതേ. ഇത് അള്ളാഹുവാണ് പറയുന്നതെങ്കിൽ അള്ളാഹു ഒരാളല്ല, ഞങ്ങൾ എന്ന് പറയുന്നത് കുറേ അള്ളാഹുമാരുണ്ട്. എന്ന് മാത്രമല്ല ഈ അള്ളാഹുമാർക്ക് വേറൊരു റബ്ബുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ തൗഹീദും അള്ളാഹുവിൻ്റെ ദൈവികതയും ഒക്കെ പൊളിഞ്ഞു പാളീസാവും. ഇവിടെ അള്ളാഹു മനുഷ്യരെ പോലെ തന്നെ നിസ്സഹായരായ ഒരു കൂട്ടം ജന്തുക്കളാണെന്നും ആ ജന്തുക്കൾക്ക് അവരുടെ ഒരു റബ്ബുണ്ട് എന്നും അള്ളാഹു ആ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് എന്നും വരും ഭാഷാ ഗ്രാമർ അനുസരിച്ച്. പക്ഷേ ഖുർആനിൽ ഈ അബദ്ധം പലപ്പോഴും സംഭവിച്ചതായി കാണാം. കാരണം മുഹമ്മദ് ഈ 23 കൊല്ലക്കാലം വെളിപാട് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുഹമ്മദ് എല്ലാ സമയവും സമചിത്തതയോടുകൂടി താൻ പറയുന്നതല്ല ഇത് ദൈവം പറയുന്നതാണ് എന്ന് മറന്നു പോവുകയും എന്നിട്ട് മുഹമ്മദിന് അനുയായികളോട് പറയാനുള്ളത് മുഹമ്മദ് വെളിപാടായിട്ട് അങ്ങ് പറയുകയും ചെയ്യുകയായിരുന്നു പതിവ്. അതുപോലെ തന്നെ ജിബ്രീൽ നേരിട്ട് ഞങ്ങൾ ഇറങ്ങാൻ വൈകിയത് അള്ളാഹു ഞങ്ങൾ ഇറങ്ങാൻ നിശ്ചയിക്കാത്തതുകൊണ്ടാണ് എന്ന് പറയുന്ന കോമഡി ആയത്തൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ജിബ്രീൽ നേരിട്ടാണ് പറയുക. അള്ളാഹുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാതെ ജിബ്രീൽ നേരിട്ട് പറഞ്ഞ ആയത്ത് വരെ ഈ ഖുർആനിലുണ്ട്. ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് യാതൊരു പരിസരബോധവും ഇല്ലാതെ കിളി പോയ അവസ്ഥയിൽ വിളിച്ചു പറഞ്ഞതാണ് ഇതിനകത്തുള്ള പല കാര്യങ്ങളും. ഇവിടെ ഈ ആയത്തുകൾ
ഖുർആൻ്റെ വചനങ്ങളാണ് എന്ന മട്ടിൽ ഖുർആനിൽ ഉൾപ്പെടുത്തിയതിനെക്കുറിച്ച് എനിക്ക് ഒരു പഴയ തമാശയാണ് ഓർമ്മ വരുന്നത്. പണ്ട് മലപ്പുറത്തൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു, ഒരു അധ്യാപക നേതാവ്. പുള്ളിയുടെ പ്രസംഗത്തിൽ എപ്പോഴും പറയാറുള്ള ഒരു തമാശയുണ്ട്. ഈ നേതാക്കന്മാരെ എന്ത് പറഞ്ഞാലും അതിനെ അന്ധമായി അനുകരിക്കുന്ന അനുയായികളെക്കുറിച്ച് അതിനെ കളിയാക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു ഉപമ അല്ലെങ്കിൽ ഒരു ഉദാഹരണം ഇങ്ങനെയായിരുന്നു. ഒരു തള്ളക്കുരങ്ങ് തൻ്റെ കുട്ടികളായിട്ടുള്ള മക്കളായിട്ടുള്ള കുരങ്ങന്മാരെ പ്രാക്ടീസ് ചെയ്യിക്കുകയാണ്. ഒരു പുളിമരത്തിൻ്റെ മുകളിൽ തള്ളക്കുരങ്ങ് കയറി നിന്നിട്ട് കുട്ടിക്കുരങ്ങന്മാരൊക്കെ താഴെ നിൽക്കുക, എന്നിട്ട് പുളിമരത്തു നിന്ന് ഓരോ പുളിങ്ങ പറിച്ചിട്ട് താഴേക്കിടുമ്പോൾ ഈ കുരങ്ങൻ കുട്ടികൾ ചാടി അത് പിടിക്കണം. ഇതായിരുന്നു പരിശീലനം. കുരങ്ങ് ഇങ്ങനെ പുളിങ്ങ പറിച്ചിടും, കുട്ടികളിങ്ങനെ ചാടി പിടിക്കും. അങ്ങനെ കുറേ നേരം ചാടി പിടിക്കുന്നതിൻ്റെ ഇടയിൽ തള്ളക്കുരങ്ങിന് അപ്പിയിടാൻ മുട്ടി, തള്ളക്കുരങ്ങ് അപ്പിയിട്ടു. ആ അപ്പിയിട്ടപ്പോൾ അതും കുട്ടിക്കുരങ്ങന്മാർ ചാടി പിടിച്ചിട്ട് തിന്നു. ഇതേപോലെ നേതാക്കന്മാർ എന്ത് പറഞ്ഞാലും എന്ത് വിഡ്ഢിത്തം പറഞ്ഞാലും അത് അന്ധമായി അനുകരിക്കുന്ന അനുയായികളുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മുഹമ്മദ് തുള്ളി ഉറഞ്ഞുകൊണ്ട് വെളിപാടിൻ്റെ രൂപത്തിൽ വിളിച്ചു പറഞ്ഞതെല്ലാം അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് എന്നും പറഞ്ഞ് പെറുക്കി കൂട്ടി എല്ലിലും കല്ലിലും എഴുതി വെച്ച ആളുകളാണ് ഇതേ അബദ്ധം ചെയ്തത്. അതുകൊണ്ട് മുഹമ്മദ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളുടെ മുമ്പിൽ തോറ്റതിൻ്റെ ജാള്യത മറക്കാൻ വേണ്ടി അനുയായികളുടെ മുമ്പിൽ കളിച്ച ഈ ഒരു നാടകം ദൈവത്തിൻ്റെ വചനങ്ങളാണ് എന്ന മട്ടിൽ ഖുർആനിൽ എഴുതി ചേർത്തത് കൊണ്ടാണ് ഈ അബദ്ധം പറ്റിയത്. ഈ അബദ്ധം പിന്നീട് പരിഭാഷകരും വ്യാഖ്യാതാക്കളും തിരുത്തിയത് എങ്ങനെയെന്ന് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പരിഭാഷയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. അവർ പ്രാർത്ഥിക്കും എന്ന് ബ്രാക്കറ്റിൽ അങ്ങോട്ട് എഴുതി ചേർത്തിരിക്കുകയാണ്. അവർ പ്രാർത്ഥിക്കുന്ന ഖുർആനിലില്ല. റബ്ബനോ എന്നും പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. അവിടെ പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങുകയാണ്. അവർ പ്രാർത്ഥിക്കുന്ന ഈ വചനത്തിലും ഇല്ല, തൊട്ട് മുമ്പത്തെ വചനത്തിനും ഇല്ല. ഇത് അങ്ങനെ പ്രാർത്ഥിക്കൂ അല്ലെങ്കിൽ അങ്ങനെ പറയൂ എന്ന ഒരനുബന്ധത്തോടു കൂടി പറഞ്ഞ കാര്യവുമല്ല. അതുകൊണ്ട് ആ കുറവ് പരിഹരിക്കാൻ വേണ്ടി, ഇതിന് ഗ്രാമർ ഉണ്ടാക്കാൻ വേണ്ടി മുഹമ്മദ് നടത്തിയ പ്രാർത്ഥനയെ അള്ളാഹുവിൻ്റെ വചനമാക്കി മാറ്റാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കും എന്ന് ബ്രാക്കറ്റിൽ എഴുതി ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അവർ പ്രാർത്ഥിക്കുമെന്ന് എവിടുന്ന് കിട്ടി? അതൊക്കെ ഊഹിച്ചങ്ങോട്ട് എഴുതാണ്. ഇതെന്താ അള്ള പറയണ്ടേ? അള്ള അത് പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? മുഹമ്മദ് പരിസരബോധം നഷ്ടപ്പെട്ട് കിളി പോയി അങ്ങനത്തെ ഒരവസ്ഥയിൽ പറഞ്ഞതാണിത്. ഇത് ഖുർആനിൽ പലയിടത്തും നമുക്ക് കാണാം. മുഹമ്മദിന് അള്ളാഹുവാണ് പറയുന്നത് എന്ന് മറന്നു പോവുകയും എന്നിട്ട് സ്വന്തം നിലക്ക് പറയുകയും ചെയ്ത കാര്യങ്ങൾ ഒരുപാട് ഖുർആനിൽ നമ്മൾ കാണും. ഇതിലൊക്കെ നാട്ടുകാർ ബ്രാക്കറ്റ് ഇട്ടിട്ട് അള്ളാഹുവിൻ്റെ വചനമാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് പ്രാർത്ഥനയിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ക്രിസ്ത്യാനികൾ വന്ന് അവരുമായിട്ട് മുഹമ്മദ് സംവാദം നടത്തി. ആ സംവാദത്തിൽ മുഹമ്മദ് സമ്പൂർണ്ണമായി ഉത്തരം മുട്ടി അനുയായികളുടെ മുമ്പിൽ വഷളായിട്ടുണ്ട് എന്നുള്ളതും, ആ വഷളത്തരത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും അനുയായികളെ അവരുടെ ആശയക്കുഴപ്പത്തെ ഇല്ലാതാക്കാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണമെന്നും വിചാരിച്ചുകൊണ്ട് മുഹമ്മദ് വിളിച്ചു കൂവിയ പ്രാർത്ഥനകളാണിത്. ഞങ്ങളുടെ നാഥ, ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ തെറ്റിക്കരുതേ. അപ്പോൾ മനസ്സുകൾ തെറ്റിയിരിക്കുന്നു. അനുയായികളുടെ മനസ്സും തെറ്റുന്നുണ്ട്, മൂപ്പരുടെ മനസ്സും തെറ്റുന്നുണ്ട് എന്നർത്ഥം. നിൻ്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. തീർച്ചയായും നീ ഔദാര്യവാനാകുന്നു. ഞങ്ങളുടെ നാഥ, തീർച്ചയായും നീ ജനങ്ങളെയെല്ലാം ഒരു ദിവസം ഒരുമിച്ച് കൂട്ടുന്നതാകുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും അള്ളാഹു വാഗ്ദാനം ലംഘിക്കുന്നതല്ല. ഈ പറയുന്നതിനൊന്നും ക്രിസ്ത്യാനികളുമായി നടന്ന സംവാദത്തിൽ മുഹമ്മദ് ഉത്തരം മുട്ടിയതിന് ഒരു മറുപടിയും ആകുന്നില്ല. കാരണം ക്രിസ്ത്യാനികൾ മുഹമ്മദിനോട് ചോദിച്ചത് എന്താണ് റൂഹുൽ ഖുദ്സ്, എന്താണ് മറിയമിൻ്റെ ഫർജിൽ കയറ്റിയ റൂഹ്? ഇത് മൂന്നും നിങ്ങളുടെ ഖുർആനിലുണ്ടെങ്കിൽ അവിടെ അള്ളാഹു ഉണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്, മറിയമിൻ്റെ ഫർജിൽ ഗർഭമുണ്ടാക്കാൻ വേണ്ടി ഊതിക്കയറ്റിയ റൂഹും അള്ളാഹുവിൻ്റെ റൂഹുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈസാ നബി അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ബാപ്പയാരാണ് അള്ളാഹു അല്ലാതെ എന്ന ചോദ്യവും പരിശുദ്ധാത്മാവും പുത്രനും പിതാവും ചേർന്ന ഞങ്ങളുടെ തൃത്വം തന്നെ അല്ലേ നിങ്ങളുടെ ഖുർആനിൽ ഈ പറഞ്ഞിരിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ മുഹമ്മദ് അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അനുയായികൾക്ക് മുമ്പിൽ തോറ്റു തൊപ്പിയിട്ട മുഹമ്മദ് ജാള്യത തീർക്കാൻ വേണ്ടിയിട്ട് ഈ ക്രിസ്ത്യാനികൾ പോയതിന് ശേഷം അവിടെ തൻ്റെ അനുയായികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മുഹമ്മദ് സമനില തെറ്റിയത് കൊണ്ട് തന്നെ താൻ പറയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളാണ് എന്ന് ഒന്നുകിൽ മറന്നുപോയി, അല്ലെങ്കിൽ മുഹമ്മദ് പ്രാർത്ഥിച്ചതാണത്. അത് ദൈവത്തിൻ്റെ വചനങ്ങൾ പറയുന്ന ശരീരഭാഷയിൽ പറഞ്ഞതുകൊണ്ട് അത് ദൈവവചനങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടിക്കുരങ്ങന്മാരെ അപ്പി പിടിച്ചതുപോലെ ഇതും
ഖുർആൻ വെളിപാട് എന്നും പറഞ്ഞ അനുയായികൾ എടുത്തുകൊണ്ട് പോയി അത് ഖുർആനിൽ ഉൾപ്പെടുത്തി. മുഹമ്മദ് അല്ല ഖുർആൻ ഉണ്ടാക്കിയത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. മുഹമ്മദ് മരിച്ച് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഖുർആൻ എന്ന് പറയുന്ന പുസ്തകം ഉണ്ടാക്കുന്നത്. അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിയതും ആളുകളിങ്ങനെ പാടിക്കൊണ്ട് നടന്നതൊക്കെ വാരിക്കൂട്ടിയിട്ട് യാതൊരു ക്രമവും ഇല്ലാതെ എല്ലാം കൂടെ കൊട്ടയിലിട്ട് ഷഫിൾ ചെയ്തിട്ട് കുറേ വാരി അധ്യായങ്ങളാക്കിയിട്ട് ഉണ്ടാക്കിയൊരു സാധനമാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മദീനയിലെ ഓരോ അധ്യായം, വലിയ അധ്യായങ്ങളിൽ ഒരു ക്രോണോളജിയും ഇല്ല. 10 കൊല്ലം മദീനയിൽ പല സന്ദർഭങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, മക്കയിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ യാതൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ലാതെ, ഒരു വിഷയാനുബന്ധിതമായിട്ടുള്ള ക്രമവുമില്ലാതെ, അതല്ലെങ്കിൽ അവതരിപ്പിച്ചതിൻ്റെ സമയക്രമവുമില്ലാതെ, ഒരു മാനദണ്ഡവുമില്ലാതെ വാരിക്കൂട്ടി തുന്നിയ ഒരു പുസ്തകം. അതിനകത്ത് ഒരേ വചനം തന്നെ പല സന്ദർഭത്തിൽ പല തവണയായിട്ട് ആവർത്തിച്ചിട്ടുമുണ്ട്. സന്ദർഭവുമായിട്ട് ഒരു യോജിപ്പുമില്ലാത്ത രീതിയിൽ പലതും ഇതിനകത്ത് ഇടയിൽ കൊണ്ടിട്ട് തിരികെ കയറ്റിയിട്ടുമുണ്ട്. ഇതാണ് ഒരു പടച്ചവൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച, സർവശക്തനായ പടച്ചവൻ, സർവജ്ഞാനിയായ പടച്ചവൻ ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാർക്ക് വേണ്ടി നേരത്തെ തയ്യാറാക്കി വെച്ച, പ്രപഞ്ചം തന്നെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തയ്യാറാക്കി വെച്ച ഒരു പുസ്തകത്തിൻ്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. ഇവരുടെ അവകാശവാദമനുസരിച്ച് ചിന്തിക്കുന്നവർക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട്. പക്ഷേ ചിന്തിക്കാൻ പാടില്ല. ചിന്തിച്ചാൽ തന്നെ ഇതിൽ പറയുന്നത് സത്യമാണ് എന്ന ആ ഒരൊറ്റ കാര്യം മാത്രം ചിന്തിക്കണം എന്നാണ് ഈ ഖുർആൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യാനികൾ അത്യാവശ്യം നല്ല പണിയാണ് മുഹമ്മദിനിട്ട് കൊടുത്തത് എന്ന് വ്യക്തം. ഇനി 10ാമത്തെ വാക്യം. അവിശ്വാസം കൊണ്ട് അവർക്ക് അവരുടെ സ്വത്തുക്കളോ സന്താനങ്ങളോ അള്ളാഹുവിങ്കൽ യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല. തീർച്ച അവരാകുന്നു നരകത്തിലെ ഇന്ധനമായി തീരുന്നവർ. ക്രിസ്ത്യാനികളെ അതല്ലെങ്കിൽ ഇത് വെച്ച് കളിയാക്കിയ ജൂതന്മാരെ ചീത്ത വിളിക്കുകയാണ്. കാരണം മുഹമ്മദ് അവരുടെ മുമ്പിൽ പരാജയപ്പെട്ടപ്പോൾ ഈ ഭീഷണി എടുത്തിട്ട് വീശുകയാണ്. മുഹമ്മദിന് ആശയപരമായിട്ട് പറഞ്ഞു നിൽക്കാനോ പിടിച്ചു നിൽക്കാനോ പറ്റാത്തത് കൊണ്ട് പതിവ് പോലെ മക്കയിൽ ചെയ്തതുപോലെ തന്നെ വീണ്ടും നരകത്തിലെ വിറക് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വിശ്വസിക്കാൻ തയ്യാറാവാത്തവരെ ചീത്ത പറയുകയും വിശ്വസിച്ച് കൂടെ നിന്നവരെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ഈ ഭീഷണി ആവർത്തിക്കുകയുമാണ് ഇവിടെ. 11. ഫിർഔൻ്റെ ആൾക്കാരുടെയും അവരുടെ മുൻഗാമികളുടെയും അവസ്ഥ പോലെ തന്നെ അവരൊക്കെ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ തള്ളിക്കളഞ്ഞു. അപ്പോൾ അവരുടെ പാപങ്ങൾ കാരണമായി അള്ളാഹു അവരെ പിടികൂടി. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നത് പോയിട്ട് അള്ളാഹു ഒരു ചുക്കും ചെയ്യുന്നില്ല എന്നതിൻ്റെ തെളിവ് ഇവിടെ തന്നെ ഉണ്ട്. കാരണം ഫിർഔൻ്റെ ആൾക്കാരെ ശിക്ഷിച്ചതിനെക്കുറിച്ച് മുഹമ്മദ് അവിടെ പറഞ്ഞ കഥ എന്തായിരുന്നു? അള്ളാഹു നേരിട്ട് അത്ഭുതം കാണിച്ചുകൊണ്ട് അവരെ കടലിൽ മുക്കിക്കൊന്ന കഥയാണ് ശിക്ഷയായിട്ട് അവിടെ പറയുന്നത്. അങ്ങനെ ഒരു ശിക്ഷ ഉണ്ടെങ്കിൽ ആ ശിക്ഷ അങ്ങോട്ട് ഇറക്കി കാണിക്കും മുഹമ്മദേ എന്ന് പറഞ്ഞ് 13 കൊല്ലം മക്കക്കാർ മുഹമ്മദിനെ വെല്ലുവിളിച്ചപ്പോൾ മുഹമ്മദ് ബബ്ബടിച്ച് അവിടുന്ന് തടി കഴിച്ചിലാക്കുകയാണ് ചെയ്തത്. അങ്ങനെ തടി കഴിച്ചിലാക്കിയിട്ട് വീണ്ടും ഈ വിഡ്ഢിത്തം ഇവിടെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മുഹമ്മദ് ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ ആ ബദർ യുദ്ധത്തിൽ മുഹമ്മദിൻ്റെ കുതന്ത്രം കൊണ്ടും മുഹമ്മദിൻ്റെ ചതി കൊണ്ടും മുഹമ്മദ് അനുയായികളെ കൊണ്ട് കൊള്ളയടിപ്പിച്ചത് കൊണ്ടും ആ യുദ്ധത്തിൽ വിജയിച്ചു എന്നതിൻ്റെ പേരിൽ, വിജയിക്കുമ്പോഴും 10-14 പേര് മുഹമ്മദിൻ്റെ കൂടെയുള്ളവർ മരിക്കുന്നുണ്ട്. അള്ളാഹുവും മലക്കുകളും ജിബ്രീലും മീക്കായിലും ഒക്കെ വന്നിട്ട് ഇറങ്ങി എന്ന് പറഞ്ഞ് ഈ കള്ളക്കഥ മുഴുവൻ പറയുന്നിടത്താണ് മുഹമ്മദ് സാധാരണ ഏത് യുദ്ധങ്ങളിലും നടക്കുന്നത് പോലെ മുഹമ്മദ് കുതന്ത്രം കൊണ്ട് ആ യുദ്ധം ജയിച്ചു. ആ യുദ്ധം ജയിച്ചതിനെ അള്ളാഹു അവർക്കെതിരെ മക്കക്കാർക്കെതിരെ ഇറക്കിയ ശിക്ഷ എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ ഈ ഖുർആനിൽ മുഹമ്മദ് ആവർത്തിക്കുന്നു. ഇതിനെ വ്യാഖ്യാനിച്ചവരും മുഹമ്മദിനെ പോലെ തന്നെ ഈ ഉളുപ്പില്ലായ്മ ആവർത്തിക്കുന്നു. ഇതാണ് ഇവിടെ കാണുന്നത്. മുഹമ്മദ് വാളെടുത്ത് ചതി പ്രയോഗിച്ച് അവരെ കൊന്നിട്ട് അത് ഫിർഔന് കിട്ടിയ ശിക്ഷ പോലുള്ള ശിക്ഷയാണ് എന്ന് പറഞ്ഞാൽ ഇതിൽ പരം അസംബന്ധം വഷളത്തരം വേറെന്താ ഉള്ളത്? 12. നീ കാഫറുകളോട് പറയുക, നിങ്ങൾ കീഴടക്കപ്പെടുന്നതും നരകത്തിലേക്ക് കൂട്ടത്തോടെ നയിക്കപ്പെടുന്നതുമാണ്. അതത്രേ ചീത്തയായ വിശ്രമസ്ഥലം. ഇതൊക്കെ മുഹമ്മദിനെ ഉത്തരം മുട്ടിച്ച ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും സ്വന്തം വിശ്വാസികൾക്ക് മുമ്പിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് തൽക്കാലം പിടിച്ചു നിൽക്കാനുള്ള കുതന്ത്രം മെനയുകയാണ്. ഇതൊക്കെ കൊഞ്ഞനം കുത്തലിൻ്റെ നിലവാരം മാത്രമുള്ള കാര്യങ്ങളാണ്. ഇത് ഇന്നത്തെ ഇസ്ലാമിസ്റ്റുകൾ നമ്മളൊക്കെ പറയുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഒരു മറുപടിയും യുക്തിസഹമായിട്ടുള്ള ഒരു മറുവാദവും പറയാനില്ലാതെ ഇതുപോലെ ഭീഷണിപ്പെടുത്തുകയും തെറി വിളിക്കുകയും അല്ലെങ്കിൽ വിഷയം മാറ്റിക്കൊണ്ടുപോയിട്ട് മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തടി രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇത് മുഹമ്മദ് തന്നെ ചെയ്തിരുന്നതാണ്.
മുഹമ്മദിൻ്റെ ഫേക്ക് ഐഡിയ ആയ അള്ളാഹു തന്നെ ഇതാണ് ചെയ്തിരുന്നത് എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. ഇപ്പോൾ നമ്മൾ വായിച്ച ഈ 3:12 വ്യാഖ്യാനമായിട്ട് ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറിലും ഇബ്നു കസീറിൻ്റെ തഫ്സീറിലും ഒക്കെ പറഞ്ഞിട്ടുള്ള അതേ കാര്യം നമ്മുടെ കൂറ്റനാടിൻ്റെ സുന്നി തഫ്സീറിലും ആവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗമൊന്ന് വായിക്കാം. ബദറിൽ വെച്ച് സത്യവും അസത്യവും തമ്മിൽ ഉഗ്ര പോരാട്ടം നടക്കുകയും സത്യം വിജയിക്കുകയും ചെയ്തു. രണാങ്കണത്തിൽ നിന്ന് സന്തോഷാധിക്യത്തോടെ പരമവിനയത്തോടെ അള്ളാഹുവിനെ സ്തുതിച്ചും മദീനയിൽ തിരിച്ചെത്തിയ റസൂൽ ജൂതന്മാരെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: ജൂത സമൂഹമേ, ബദറിൽ ബഹുദൈവ വിശ്വാസികൾക്ക് അനുഭവിക്കേണ്ടി വന്ന ദയനീയവും തിക്തവുമായ അനുഭവം നിങ്ങൾക്കും വരാൻ പോവുകയാണ്. അതിനു മുമ്പായി നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മുസ്ലിങ്ങളാവുക. ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനും പ്രവാചകനുമാണെന്ന് നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. ഇത് കേട്ടപ്പോൾ അവർ പ്രതികരിച്ചു: മുഹമ്മദ്, ബദറിലെ അനുഭവത്തിൽ നീ വഞ്ചിതനാകാതിരിക്കട്ടെ. കുറേശികളിൽപ്പെട്ട കുറേ പാവപ്പെട്ട കഥയില്ലാത്ത ആളുകളെയാണ് നീ കൊല ചെയ്തത്. അവർക്ക് യുദ്ധം എന്താണെന്ന് പോലും അറിയില്ല. എന്നാൽ ഞങ്ങളുമായി നീ ഒരു യുദ്ധത്തിലേർപ്പെട്ടാൽ അപ്പോൾ നിനക്കറിയാം ഞങ്ങൾ ആൺകുട്ടികളാണ് എന്ന്. ഞങ്ങളെപ്പോലുള്ള ധീരന്മാർ മറ്റെവിടെയും ഉണ്ടാകില്ലെന്നും തത്സമയം നിനക്ക് ബോധ്യപ്പെടുന്നതാണ്. ഈ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിച്ചത്. അസ്ബാബുൻ നുസൂലിൽ ഇതേ സാധനം പറയുന്നുണ്ട്. ഇപ്പോൾ മുഹമ്മദ് ബദറിൽ ജയിച്ച അഹങ്കാരത്തിൽ നേരെ പോയിട്ട് ബനു കൈനുക്ക ഗോത്രത്തിന് നേരെ ചെന്നിട്ടും അപ്പുറത്തുള്ള ബനു ഖുറൈള ഗോത്രക്കാരുടെ നേരെ ചെന്നിട്ടും മുഹമ്മദ് അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. കണ്ടില്ലേ, മക്കയിലെ മുശ്രിക്കുകളെ ഞങ്ങൾ തോൽപ്പിച്ചിരിക്കുന്നു. ഇതേ ഗതിയായിരിക്കും നിങ്ങൾക്കും വരാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇസ്ലാം സ്വീകരിച്ച് എൻ്റെ കൂടെ കൂടിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അവരെ ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ തിരിച്ചു പറയുന്നത് അവർ യുദ്ധം ചെയ്ത് പരിചയമില്ലാത്തവരാണ് മക്കക്കാർ, അവർ പാവങ്ങളാണ്, അവർക്ക് അതൊന്നും അറിയാത്തതുകൊണ്ട് അവരെ ഏറ്റുമുട്ടിയപ്പോൾ നിനക്ക് തൽക്കാലം വിജയിക്കാൻ കഴിഞ്ഞു, പക്ഷേ ഞങ്ങളടുത്ത് വന്നാൽ നീ വിവരമറിയും എന്ന് പറഞ്ഞുകൊണ്ട് അവരതിന് മറുപടി കൊടുത്തു എന്നും അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്നുമാണ് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞ് മക്കക്കാരെ മുഹമ്മദ് പോയി ആക്രമിച്ച് കൊലപ്പെടുത്തി കൊള്ള നടത്തിയതിനെ എടുത്തുദ്ധരിച്ചുകൊണ്ട് അതേ നാണയത്തിൽ നിങ്ങൾക്കും അള്ളാഹുവിൻ്റെ ശിക്ഷ വരും എന്ന് പറഞ്ഞ് മുഹമ്മദ് ജൂതന്മാരെ ഭീഷണിപ്പെടുത്തി എന്നാണ് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, മുഹമ്മദ് ആശയപരമായ ഉത്ബോധനങ്ങളിലൂടെ ആണോ ഇസ്ലാം മതം മദീനയിൽ പ്രചരിപ്പിച്ചത് എന്നും മദീനയിൽ മുഹമ്മദിൻ്റെ ഇസ്ലാം വേര് പിടിപ്പിച്ചത് സമാധാനത്തിൻ്റെ വഴിയിലൂടെ ആയിരുന്നോ അതോ അക്രമത്തിൻ്റെയും ഭീഷണിയുടെയും വെല്ലുവിളിയുടെയും മാർഗത്തിലായിരുന്നോ എന്ന് ഇവിടെ വ്യക്തമാണ്. ഇവിടെ മുഹമ്മദിൻ്റെ മനസ്സിൽ മദീനയിൽ എത്തുമ്പോൾ തന്നെ ഈ ജൂതരെ ശരിപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. അതിന് കൂടെ ഉണ്ടായിരുന്ന അൻസാറുകളാണ് തടസ്സം നിന്നിരുന്നത്. ആ അൻസാറുകളെ എങ്ങനെയെങ്കിലും ജൂതരുടെ ശത്രുക്കളാക്കാനുള്ള ശ്രമമാണ് മുഹമ്മദ് ഇതുവരെയും അള്ളാഹുവിൻ്റെ പേരിൽ വെളിപാടുകൾ ഇറക്കിക്കൊണ്ട് നടത്തിക്കൊണ്ടിരുന്നത് എന്ന് നമ്മൾ അൽ-ബഖറയിലും ഈ അധ്യായത്തിലൊക്കെ അതിനു മുമ്പ് വിശദമായി ചർച്ച ചെയ്തു. ആ ജൂതന്മാരെ കൊന്നൊടുക്കാൻ പോകുന്നു എന്നതിൻ്റെ ഭീഷണിയാണ്, താക്കീതാണ് ഇവിടെ മുഹമ്മദ് അവിടെ പോയിട്ട് വിളിച്ചു പറയുന്നത്. ബദറിൽ ജയിച്ചതിൻ്റെ അഹങ്കാരത്തിൽ ആ സമയത്ത് അള്ളാഹുവിൻ്റെ പേരിൽ ഇറങ്ങിയതാണ് ഇപ്പോൾ നമ്മൾ വായിച്ച ആയത്ത് എന്നാണ് പറയുന്നത്. സത്യനിഷേധികളോട് പറയുക, നിങ്ങൾ കീഴടക്കപ്പെടുന്നതും നരകത്തിലേക്ക് കൂട്ടത്തോടെ നയിക്കപ്പെടുന്നതുമാണ്. അതെത്ര ചീത്തയായ വിശ്രമസ്ഥലം. അവരെ ഇഹലോകത്ത് കീഴടക്കി കൊന്നൊടുക്കുകയോ നാടുകടത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യും. അതിന് പുറമെ അവർ നരകത്തിൽ വിറകായിത്തീരുകയും ചെയ്യും എന്നാണ് ജൂതന്മാരോട് ഇവിടെ പറയുന്നത്. ആ ജൂതന്മാരെക്കുറിച്ച് ഈ ഖുർആനിൽ നേരത്തെ എന്താണ് പറഞ്ഞത്? മുഹമ്മദിൻ്റെ ഖുർആനിൽ അത് അള്ളാഹുവിൻ്റെതാണോ അല്ലേ എന്ന കാര്യത്തിൽ വല്ല സംശയവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ജൂതന്മാരോട് പോയി ചോദിക്കൂ എന്ന മണ്ടത്തരം എഴുതി വെച്ച അതേ ഖുർആനാണ് ഈ ജൂതന്മാരോട് നിങ്ങൾക്ക് ബദറിലെ മുശ്രിക്കുകളുടെ അതേ ഗതിയാണ് വരാൻ പോകുന്നത്, ഇവിടെ പരലോകത്ത് നരകത്തിലെ വിറകായിരിക്കും നിങ്ങളെന്ന് പറഞ്ഞിട്ട് ഈ ഭീഷണിപ്പെടുത്തുന്നു. ഇതേ ജൂതന്മാരെക്കുറിച്ച് പുകഴ്ത്തിക്കൊണ്ട് ഒരുപാട് വാക്യങ്ങൾ ഈ ഖുർആനിൽ നമ്മൾ കണ്ടു. അവരെ വീട്ടിൽ പോയി കല്യാണം കഴിക്കാം, അവരെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാം, അവർ നിങ്ങളോടൊപ്പമുള്ളവരാണ് എന്നൊക്കെ പറയുന്ന വാക്യങ്ങൾ ക്രിസ്ത്യാനികളെക്കുറിച്ചും ജൂതന്മാരെക്കുറിച്ചും ഈ ഖുർആനിൽ കാണാം. അതൊക്കെ വിളിച്ചു പറയുമ്പോൾ മുഹമ്മദിൻ്റെ മനസ്സിൽ ഇവരൊക്കെ കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷ അസ്തമിച്ചു. കാരണം ജൂതന്മാർ മുഹമ്മദിനോട് സംശയം ചോദിച്ചു, മുഹമ്മദ് പേടിച്ചു. അതോടുകൂടി അവർക്ക് മനസ്സിലായി മുഹമ്മദ് തരികിടയാണെന്ന്. ക്രിസ്ത്യാനികൾ വന്നു, അവർ മുഹമ്മദിനോട് ന്യായമായ രീതിയിൽ തർക്കിക്കല്ല, അവർ ഖുർആനിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് എന്താണ് റൂഹുൽ ഖുദ്സ്, എന്താണ് റൂഹ്,
ഞങ്ങളെ തൃത്വവും നിങ്ങൾ ഈ പറയുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമെന്ന് ന്യായമായ ചോദ്യം ഉന്നയിച്ചു. മുഹമ്മദിന് മറുപടി ഉണ്ടായിരുന്നില്ല. മുഹമ്മദ് അവരെയും ഭീഷണിപ്പെടുത്തി പറഞ്ഞയച്ചു. ആ സന്ദർഭത്തിൽ മുഹമ്മദ് വീണ്ടും ഇതുപോലെയുള്ള ഭീഷണികൾ മുഴക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ക്രമം തെറ്റുന്നുണ്ട് കേട്ടോ. ഈ ക്രിസ്ത്യാനികൾ ചർച്ചയ്ക്ക് വന്നതൊക്കെ മുഹമ്മദിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്താണ്. ജൂതന്മാരുമായിട്ട് ഈ വഴക്കും വക്കാണമൊക്കെ നടക്കുന്നത്, ബദർ യുദ്ധമൊക്കെ നടക്കുന്നത് ആദ്യകാലത്താണ്. ഇതെല്ലാം ഖുർആൻ്റെ ഓരോ അധ്യായത്തിനകത്തും ഷഫിൾ ചെയ്ത് കൂട്ടിക്കുഴച്ച് തിരികെ ചേർത്തിരിക്കുകയാണ്. ഒരുപക്ഷെ ബോധപൂർവം ചെയ്തതാവാൻ സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ ഒന്നും യഥാർത്ഥ ചരിത്രം നമുക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട്, കള്ളത്തരം ഇത് വായിക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ക്രമം തെറ്റിച്ച് ഷഫിൾ ചെയ്തിട്ട് ഖുർആൻ ക്രോഡീകരിച്ചതായിരിക്കാൻ സാധ്യതയുണ്ട്. ആ ക്രോഡീകരിക്കുന്ന സമയത്ത് മുഹമ്മദിനേക്കാൾ അന്തമുള്ളവരായിരുന്നു അത് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും ബോധപൂർവം ചെയ്തതാവാനാണ് സാധ്യത. മുഹമ്മദിന് അത്തരത്തിലുള്ള യാതൊരു അന്തം ഉണ്ടായിരുന്നില്ല. മുഹമ്മദിൻ്റെ അള്ളാഹുവിനും ഒരു അന്തം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മുഹമ്മദിൻ്റെ അള്ളാഹു ഇങ്ങനെ ഗ്രാമർ തെറ്റിച്ചും ക്രമം തെറ്റിച്ചും പരസ്പര വിരുദ്ധമായിട്ടും പുറത്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ കുറ്റനാടിൻ്റെ വ്യാഖ്യാനത്തിൽ നിന്ന് വായിച്ച അതേ കാര്യം ഇവിടെ അസ്ബാബുൻ നുസൂലിൽ വാഹിദിയുടെ തഫ്സീറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത വാക്യം 13. ഏറ്റുമുട്ടിയ രണ്ട് വിഭാഗങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമുണ്ട്. ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു, മറുവിഭാഗമാകട്ടെ കാഫറുകളും. തങ്ങളുടെ ദൃഷ്ടിയിൽ അവർ തങ്ങളുടെ ഇരട്ടി ഉണ്ടെന്നാണ് തോന്നിയിരുന്നത്. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് തൻ്റെ സഹായം കൊണ്ട് പിൻബലം നൽകുന്നു. തീർച്ചയായും കണ്ണുള്ളവർക്ക് അതിൽ ഒരു ഗുണപാഠമുണ്ട്, ദൃഷ്ടാന്തമുണ്ട്. ഈ ബദർ യുദ്ധത്തിൽ ജയിച്ചതിൻ്റെ അഹങ്കാരത്തിൽ ആണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദൃഷ്ടാന്തം പറയുന്നത്. ഈ ദൃഷ്ടാന്തം ബദർ യുദ്ധത്തിൽ മാത്രം ഉണ്ടായാൽ മതിയോ? ദൃഷ്ടാന്തം 1400 കൊല്ലമായിട്ട് ഇതിൻ്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ബദർ യുദ്ധം തൊട്ട് ഇന്ന് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ വരെ ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ട്. ആ സംഭവങ്ങളിലൊക്കെ നമുക്ക് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടാവണം. അല്ലാതെ ബദർ യുദ്ധത്തിൽ തൽക്കാലം മുഹമ്മദ് കുതന്ത്രം കൊണ്ട് ജയിച്ചു എന്നതിൻ്റെ പേരിൽ അത് ദൃഷ്ടാന്തമാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ബദർ യുദ്ധം മക്കക്കാർ അവർക്ക് യുദ്ധം ചെയ്ത ഒരു പരിചയമില്ല എന്ന് ഇവിടെ ജൂതന്മാർ തന്നെ പറയുന്നത് നമ്മൾ കണ്ടു. യുദ്ധം ചെയ്യുക എന്നുള്ള അവരെ തൊഴിലായിരുന്നില്ല, അവർ കച്ചവടം ചെയ്തിരുന്ന ആൾക്കാരാണ്. ആ കച്ചവട സംഘങ്ങളെ കൊള്ളക്കാരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ട അത്യാവശ്യം ചില സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഒഴിച്ച് വലിയ വലിയ ഗോത്രങ്ങളെ പോയി ആക്രമിക്കുക, യുദ്ധം ചെയ്യുക എന്നുള്ള ഏർപ്പാടൊന്നും മക്കക്കാർക്ക് ഉണ്ടായിരുന്നില്ല. അതെല്ലാം തുടങ്ങി വെച്ചത് ഇദ്ദേഹമാണ്. അവർക്ക് അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരെയും കൂട്ടിപ്പിടിച്ച് എല്ലാവരെയും ഒരുമിപ്പിച്ച് എല്ലാ ഗോത്രക്കാർക്കും ഒരുപോലെ ആരാധന നടത്താൻ ഒരു ആരാധനാലയമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു പ്ലൂറലിസത്തിൻ്റെ, ഒരു ലിബറലിസത്തിൻ്റെ, ഏറെക്കുറെ നമ്മുടെ ജനാധിപത്യത്തോട് സാമ്യമുള്ള ഒരു സംസ്കാരത്തിൽ ജീവിച്ചിരുന്നവരാണ് മക്കക്കാർ. അവർക്ക് യുദ്ധം ഒരു തൊഴിലായിരുന്നില്ല. അങ്ങനെയുള്ള അവരെ ഈ മദീനയിലെ കൊള്ള തൊഴിലാക്കിയിരുന്ന ഗോത്രക്കാരുമായി കൂട്ടുകൂടിക്കൊണ്ട് ആയുധം സംഭരിച്ച് ചതിയിൽ പോയി കൊള്ള ചെയ്യാൻ ശ്രമിക്കുകയും തൽക്കാലം തങ്ങളുടെ കച്ചവട സംഘത്തെ രക്ഷിക്കാൻ വേണ്ടി താൽക്കാലികമായി തട്ടിക്കൂട്ടിയ ഒരു ചെറിയ സംഘവുമായിട്ട് മുഹമ്മദിൻ്റെ ഈ സൈനിക സംഘം പോയി ആക്രമണം നടത്തുകയും ചെയ്തപ്പോഴാണ് ഈ ബദറിൽ യുദ്ധം ഉണ്ടായത്. ആ യുദ്ധത്തിൽ മുഹമ്മദ് ജയിച്ചത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമാണ് എന്നാണ് ഈ ഖുർആനിൽ എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഒരു യുദ്ധം ദൃഷ്ടാന്തമാണെങ്കിൽ അതിന് തുടർന്ന് നടന്ന സംഭവങ്ങളൊക്കെ ദൃഷ്ടാന്തമാവണ്ടേ? തൊട്ടടുത്ത് നടന്ന യുദ്ധത്തിൽ എന്താ ദൃഷ്ടാന്തം? ഈ 70 പേരെ ബദറിൽ കൊന്നതിന് പകരം 70 പേരെ പ്രതിക്രിയ എന്ന നിലക്ക് കൊല്ലാൻ വേണ്ടിയിട്ട് ഉഹുദിലെത്തിയ മക്കക്കാർ ആ യുദ്ധത്തിൽ വിജയിക്കുന്നതും മുഹമ്മദ് പരാജയപ്പെട്ട് മൂക്കുകുത്തി വീഴുന്നതും നമ്മൾ കാണുന്നു. ഉഹുദ് യുദ്ധത്തിൽ മുഹമ്മദിൻ്റെ പല്ല് പൊട്ടി, ചുണ്ട് പൊട്ടി, മുഖം പൊട്ടി, മുഹമ്മദ് ബോധം കെട്ട് വീണു. മുഹമ്മദിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അൻസാറുകളായ 5-6 പേര് അവിടെ ജീവൻ ബലി നൽകിയെന്നൊക്കെയാണ് ഉഹുദിൻ്റെ കഥയിൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ ജിബ്രീലും മീക്കായിലും അള്ളാഹു ഒക്കെ കൂടെ വന്നിട്ട് മുഹമ്മദിനെ സഹായിക്കുന്നു എന്നൊക്കെ ബദറിൽ വീമ്പ് പറഞ്ഞ ഈ ഖുർആനും മുഹമ്മദും ഉഹുദ് യുദ്ധം തുടങ്ങി മുഹമ്മദിൻ്റെ അനുയായികൾ തോൽക്കാൻ തുടങ്ങിയത് രംഗം പന്തിയല്ല എന്ന് ബോധ്യപ്പെട്ട ഉടനെ തന്നെ ആദ്യം സബുൽ മൂബിഖാത്തിൽപ്പെട്ട ഏറ്റവും വലിയ പാപം ചെയ്തത് അള്ളാഹു മലക്കുകളും കൂടിയാണ്. അല്ലേ? യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടലാണ് 7 വൻ പാപങ്ങളിലൊന്നായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ പാപം ആദ്യം ചെയ്യുന്നത് അള്ളയും മലക്കുകളാണ്. ജിബ്രീലും മീക്കായിലും മലക്കുകളും അള്ളയൊക്കെ കൂടെ തടിയെടുക്കുന്നതാണ് യുഹുദ് യുദ്ധത്തിൽ നമ്മൾ കാണുന്നത്. ചിന്തിക്കുന്നവർക്ക് എന്തേ അത് ദൃഷ്ടാന്തമാകണ്ടേ? ബദർ മാത്രം ദൃഷ്ടാന്തമായാൽ മതിയോ? ഉഹുദിൽ തോറ്റ് 70 പേര് കൊല്ലപ്പെട്ടു. മുഹമ്മദിൻ്റെ കൂടെയുള്ളവർ മുഹമ്മദ് മരിച്ചു എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അവർ പോയത്.
എന്ന് മാത്രമല്ല, നിങ്ങൾ ഒരു കാര്യം കൂടെ ആലോചിക്കണം. ഈ ഉഹുദ് യുദ്ധത്തിൽ 70 പേരെ, കൃത്യം 70 പേരെ കൊല ചെയ്തുകൊണ്ട് ബദറിൻ്റെ ഖിസാസ് നടപ്പിലാക്കുക മാത്രമാണ് മക്കക്കാർ ചെയ്തത്. അവരെ മര്യാദ എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മുഹമ്മദും കൂട്ടരും പരാജയപ്പെട്ടിട്ടും മുഹമ്മദ് മരിച്ചു എന്ന് ഉറപ്പ് വരുത്താനോ, അതല്ലെങ്കിൽ ആ മദീനയിലുണ്ടായിരുന്ന അൻസാറുകളെയും അല്ലെങ്കിൽ മദീനക്കാരെയും ആക്രമിക്കാനോ, ആ മദീന പിടിച്ചെടുക്കാനോ, അതല്ലെങ്കിൽ മുഹമ്മദിൻ്റെയും കൂട്ടരുടെയും ശവത്തിൽ നിന്ന് അവരുടെ പടച്ചട്ടയും അവരുടെ വാളും ഗനീമത്തായി മാന്തിക്കൊണ്ടുപോകാനോ ഒന്നും ശ്രമിക്കാതെ ആ മക്കക്കാർ മനുഷ്യത്വം കാണിച്ചുകൊണ്ട് അവരുടെ ഖിസാസ് നടപ്പിലാക്കി തിരിച്ചു പോവുകയാണ് ചെയ്തത്. മുഹമ്മദും കൂട്ടർ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? കൊള്ളയടിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് കൊള്ളയടിക്കാൻ അള്ളാഹു എനിക്ക് പ്രത്യേക അനുവാദം തന്നിട്ടുണ്ട്, വേറെ ഒരു പ്രവാചകനും കൊടുക്കാത്ത അനുഗ്രഹമാണ് എനിക്ക് ഗനീമത്ത് ഹലാലാക്കിയത് എന്നൊക്കെ വഷളത്തരം ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉഹുദ് യുദ്ധത്തിൽ നമുക്ക് ചിന്തിച്ചാലുള്ള ദൃഷ്ടാന്തം എന്താണ്? മക്കക്കാർ മനുഷ്യത്വമുള്ളവരായിരുന്നു. അവർ നിവൃത്തിയില്ലാതെ അവരുടെ കച്ചവടവും അവരുടെ ജീവിതവും ഈ മുഹമ്മദ് തടസ്സപ്പെടുത്തിയപ്പോൾ അതിനൊരു പ്രതികാരം ചെയ്യുക മാത്രമാണ് ചെയ്തത്. മക്കയിൽ നിന്നും കൊല്ലപ്പെട്ട 70 പേർക്ക് പകരം മുഹമ്മദിൻ്റെ കൂടെയുള്ള 70 പേരെ കൊല ചെയ്തുകൊണ്ട് പ്രതിക്രിയ നടത്തുക മാത്രമാണ്, അന്നത്തെ നാട്ടുമര്യാദ, ഗോത്രമര്യാദ പാലിക്കുക മാത്രമാണ് അവർ ചെയ്തത് എന്നതാണ് ഉഹുദ് യുദ്ധത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന, ചിന്തിക്കുന്നവർക്കുള്ള ദൃഷ്ടാന്തം. അള്ളയും മലക്കുകളും യുദ്ധരംഗത്തുനിന്ന് തടിയെടുത്തു എന്നുള്ളതും ചിന്തിക്കുന്നവർക്ക് കാലാകാലത്തേക്കുള്ള ദൃഷ്ടാന്തമാണ്. മനുഷ്യർ തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ, രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ ഓരോ ഗോത്രക്കാരും സ്വാഭാവികമായിട്ട് അവരുടെ ഗോത്രത്തിൻ്റെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കും. ദൈവം വന്നിട്ട് യുദ്ധത്തിൽ ആരെയും രക്ഷിക്കുകയോ അല്ലെങ്കിൽ സഹായിക്കുകയോ ചെയ്യുകയില്ല. അങ്ങനെ ചെയ്ത ചരിത്രം ലോകത്ത് എവിടെയില്ല. യുദ്ധങ്ങൾ ജയിക്കുന്നത് കയ്യൂക്കുള്ളവരും കുതന്ത്രമുള്ളവരുമാണ്. ഇവിടെ മുഹമ്മദിൻ്റെ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഉഹുദ് യുദ്ധത്തിൽ തോൽക്കുകയും ബദർ യുദ്ധത്തിൽ ജയിക്കുകയും ചെയ്തത്. പിന്നീട് ഈ മക്കക്കാരുടെ ഒരൊറ്റ മര്യാദ കാരണം മുഹമ്മദിനെ കൊല്ലാതെ പോയി എന്നതുകൊണ്ടും മദീന തകർക്കാതെ പോയി എന്നതുകൊണ്ടും മുഹമ്മദ് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് കുതന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് വീണ്ടും ആളുകളെ സംഘടിപ്പിച്ച് ആദ്യം മുഹമ്മദ് ജൂതന്മാരെ തകർക്കുകയാണ് പിന്നെ ചെയ്യുന്നത്. കാരണം ആ ജൂതന്മാരവിടെ നിലനിന്നാൽ മുഹമ്മദിൻ്റെ രാഷ്ട്രീയ മോഹങ്ങൾ സാധ്യമാവില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് മുഹമ്മദ് അവരെയും ചതി പ്രയോഗിച്ച് കൊലപ്പെടുത്തി. അവരെയും മുഹമ്മദ് അവിടെ നിന്ന് അട്ടിയോടിച്ചു. അതിനുവേണ്ടി അവരെ ഭീഷണിപ്പെടുത്തിയതാണ് നമ്മളിപ്പോൾ കണ്ടത്. ബദറിന് ശേഷം ജൂതന്മാരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് അവരെ തെറി വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും നിങ്ങളെ ഇവിടെ നിന്നും ശരിയാക്കും, പാരലോക നരകത്തിലെ വിറകായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൃത്തികേടുകൾ പറയുകയാണ്. ഇതൊക്കെ ഒരു ദൈവം സ്വന്തം സൃഷ്ടികളോട് ചെയ്യുന്ന പണിയാണ് എന്നൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്താശേഷി മാത്രമല്ല, നിങ്ങളുടെ മനസ്സിലുള്ള മനുഷ്യത്വത്തിൻ്റെ കണിക പോലും ഈ അന്ധവിശ്വാസം കാരണം ചോർന്നു പോയിരിക്കുന്നു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതുകൊണ്ട് ചിന്തിക്കുന്നവർക്കുള്ള ദൃഷ്ടാന്തം ബദർ യുദ്ധത്തിൽ അവസാനിക്കുന്നതല്ല. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നാൽ എന്താ കഥ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ക്രിസ്ത്യാനികളോട് മുബാഹല നടത്താൻ പോയ മുഹമ്മദിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്. മുബാഹലയ്ക്ക് മുഹമ്മദ് കൂട്ടിക്കൊണ്ടുവന്നത് ആരെയാണ്? ഒന്ന് മുഹമ്മദ്, ഒന്ന് ഫാത്തിമ മകള്, പിന്നെ മരുമകൻ അലി, പിന്നെ ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന 2 പേരക്കുട്ടികൾ. ഈ 5 പേരെ കൂട്ടിക്കൊണ്ട് വന്നിട്ടാണ് മുഹമ്മദ് ശാപപ്രാർത്ഥനയ്ക്ക് വെല്ലുവിളിച്ചത് ക്രിസ്ത്യാനികളോട്. ആ വെല്ലുവിളി അവർ സ്വീകരിച്ചിരുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുമായിരുന്നത് എന്ന് പിന്നീട് സംഭവിച്ച ചരിത്രം നോക്കിയാൽ നമുക്കറിയാം. അത് വെല്ലുവിളി അവർ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും ചരിത്രം ഇത് തന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നത്. അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ശാപപ്രാർത്ഥന ഹറാമായതുകൊണ്ടാണ് അവർ അതിന് തയ്യാറാവാതെ തിരിച്ചു പോയത്. പക്ഷേ മുഹമ്മദിനും മുഹമ്മദിൻ്റെ ഫാത്തിമയ്ക്കും മുഹമ്മദിൻ്റെ പേരക്കുട്ടികൾക്കും അലിക്കും പിന്നെ എന്താണ് സംഭവിച്ചത്? ഈ മുബാഹലക്ക് വെല്ലുവിളിച്ച ആ സമയം തൊട്ട് 1 വർഷം തികയുന്നതിന് മുമ്പ് മുഹമ്മദ് തലച്ചോറ് പുഴുത്ത് വേദന അനുഭവിച്ചുകൊണ്ട് മരണപ്പെട്ടു. ദുർമരണമാണ് മുഹമ്മദിന് സംഭവിച്ചത്. മുഹമ്മദ് മരിച്ച ഏതാനും മാസങ്ങൾക്കുള്ളിൽ മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ മുഹമ്മദിൻ്റെ സ്വന്തം അനുയായികളായ അബൂബക്കറിൻ്റെയും ഉമ്മറിൻ്റെയും സംഘത്തിൻ്റെ അക്രമത്തിൽ ഉമ്മർ വാതിൽ ചവിട്ടിപ്പൊളിച്ചത് കാരണം എന്നാണ് പറയുന്നത്. ഉമ്മർ പോയി ചവിട്ടിക്കൊന്നു. ആരെ? ഈ ശാപപ്രാർത്ഥനയ്ക്ക് മുഹമ്മദ് തയ്യാറാക്കി കൊണ്ടുവന്ന മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയെ ഉമ്മറാണ് ചവിട്ടിക്കൊന്നത്. ഗർഭിണിയായിരുന്നു, ഗർഭത്തിലെ കുട്ടിയടക്കം മരിച്ചുപോയി. ദുർമരണം 2. മുബാഹലയുടെ ഫലം ആലോചിച്ച് നോക്കൂ. 1 കൊല്ലം കഴിയുന്നതിന് മുമ്പാണ് ഇത് 2 സംഭവിക്കുന്നത്. ആ മുബാഹലക്ക് കൂട്ടിക്കൊണ്ടുവന്ന 2 പേര് 1 കൊല്ലത്തിൻ്റെ ഉള്ളിൽ തന്നെ വടിയായി. പിന്നെ ഹസൻ്റെയും ഹുസൈൻ്റെയും അലിയുടെ ഒക്കെ കാര്യം നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ടല്ലോ. അവരൊക്കെ
ദുർമരണത്തിനിരയായി. ആരുടെ കൈകൾ കൊണ്ട് എന്നതും പ്രസക്തമാണ്. മക്കയിൽ ഏറ്റവും വലിയ ശത്രുവായിരുന്ന അബൂ സുഫിയാൻ, ആ അബൂ സുഫിയാൻ്റെ മക്കൾ മുആവിയയും മുആവിയേൻ്റെ മക്കൾ യസീദും അവരാണ് മുഹമ്മദിൻ്റെ പേരക്കുട്ടികളെ കഴുത്തറുത്ത് ഫുട്ബോൾ കളിച്ചു. അപ്പോൾ മുബാഹലക്ക് കൊണ്ടുവന്ന 5 പേരിൽ 5 പേർക്കും ദുർമരണം ആണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ചിന്തിക്കുന്നവർക്ക് ബദറിൽ മാത്രം ദൃഷ്ടാന്തം ഉണ്ടായാൽ പോരാ, ഇതിലൊക്കെ ദൃഷ്ടാന്തം വേണം. അതൊക്കെ കഴിഞ്ഞു. ഇന്ന് നമ്മുടെ കൺമുമ്പിൽ നടക്കുന്നത് എന്താണ്? 2 ഉദാഹരണങ്ങൾ, ചിന്തിക്കുന്നവർക്കുള്ള 2 ദൃഷ്ടാന്തങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ ബംഗ്ലാദേശിൽ പാവപ്പെട്ട ഹിന്ദുക്കളെ അവിടെ കൂട്ടക്കൊല ചെയ്യുകയും അവരുടെ അമ്പലങ്ങൾ മുഴുവൻ തകർക്കുകയും അവരെ മുഴുവൻ മതപരിവർത്തനം ചെയ്യിക്കുകയും വംശനാശം വരുത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നു. ബംഗ്ലാദേശിൽ അള്ളാഹു ഭയങ്കര കരുത്തനാണ്, യാതൊരു തർക്കവുമില്ല. പാകിസ്ഥാനിലും അള്ളാഹുവിന് തന്നെയാണ് മുടുക്ക്. പക്ഷേ ഇന്ത്യയിൽ എന്താ സ്ഥിതി? ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ എവിടെയായിരുന്നു? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഒരു സ്ഥലത്ത് മാത്രം വെച്ചാൽ പോരല്ലോ. നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണ്ടേ? അപ്പോൾ ബാബറി മസ്ജിദ് തകർത്ത് ഹിന്ദുത്വം ഇന്ത്യയിൽ ഈ കോലത്തിൽ മുസ്ലിങ്ങളെ ആക്രമിക്കുകയും തകർക്കുകയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ എവിടെയാണ് നിങ്ങൾ അള്ളാഹു? എവിടെയാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ? എവിടെ നിങ്ങളുടെ പഴയ അബാബിൽ പക്ഷികൾ? ഒന്നും കാണാനില്ല. ചിന്തിക്കുന്നവർക്ക് ഇതും ദൃഷ്ടാന്താവണ്ടേ? ബദർ യുദ്ധം മാത്രം ദൃഷ്ടാന്തമായാൽ മതിയോ? എന്താ പലസ്തീനിലെ അവസ്ഥ? അതുകൂടെ പറഞ്ഞ് നമുക്ക് ഈ വിഷയം വിടാം. പലസ്തീനിലെ അവസ്ഥ എന്താണ്? ചിന്തിക്കുന്നവർക്ക് നല്ല ദൃഷ്ടാന്തമാണ്. ഈ നിങ്ങൾക്ക് ഇവിടെ മരണവും അവിടെ നരകവും നരകത്തിലെ വിറകും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഈ തെറി വിളിക്കുന്ന ഈ ജൂതന്മാർ പലസ്തീനിൽ അവിടുത്തെ മുസ്ലിങ്ങളെ എന്താണ് കഴിഞ്ഞ 1 നൂറ്റാണ്ട് കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ 3ാമത്തെ ആരാധനാലയമാണല്ലോ, മക്കയും മദീനയും കഴിഞ്ഞ 3ാമത്തെ ആരാധനാലയമാണല്ലോ ജെറുസലേമിലെ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന സാധനം. ഈ ജൂതന്മാരെ കയ്യിലായിട്ട് എത്ര കാലം കഴിഞ്ഞു? 1/2 നൂറ്റാണ്ടിലേറെ കഴിഞ്ഞു പോയില്ലേ? എവിടെ അള്ളാഹു? എവിടെ അള്ളാഹിൻ്റെ മലക്കുകൾ? ചിന്തിക്കുന്നവർക്ക് എന്ത് ദൃഷ്ടാന്തമാണ് പലസ്തീനിലുള്ളത്? 40,000 മനുഷ്യർ, അതിൽ 10,000-കണക്കിന് കുട്ടികൾ അവിടെ ദാരുണമായി കൊല്ലപ്പെട്ടു, ഇപ്പോഴും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എവിടെ അള്ളാഹു? എവിടെ അള്ളാഹുവിൻ്റെ സഹായം? ബദർ യുദ്ധത്തിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് വിളിച്ച് പറയുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അള്ളാഹിൻ്റെ ഓരോരോ തമാശ പരീക്ഷണം എന്ന് പറഞ്ഞിട്ട് ബദർ യുദ്ധത്തിൽ ജയിച്ചത് മാത്രം അള്ളാഹിൻ്റെ മിടുക്ക് എന്ന് പറയുമ്പോൾ എന്ത് ദൃഷ്ടാന്തമാണ് കൂട്ടരെ അതിനകത്തുള്ളത്? ഈ പ്രകൃതിയിലേക്ക് നോക്കൂ നിങ്ങൾ. ഈ പ്രകൃതിയിൽ ഈ പറയുന്നതിന് എന്തെങ്കിലും ദൃഷ്ടാന്തം നമ്മൾ കാണുന്നുണ്ടോ? ഇവിടെ കയ്യൂക്കുള്ളവർ കാര്യം നേടുന്നു എന്നതാണ് പ്രകൃതിയിൽ, മനുഷ്യൻ്റെ കാര്യത്തിലായാലും ജന്തുക്കളുടെ കാര്യത്തിലായാലും പ്രകൃതിയിലെ മറ്റു കാര്യങ്ങളിലായാലും നമ്മൾ കാണുന്നത്. ഒരു നീതിയും ന്യായവും എവിടെയും നമ്മൾ കാണുന്നില്ല. മനുഷ്യരും അങ്ങനെ തന്നെയാണ്, കയ്യൂക്കുള്ളവരാണ് കാര്യം നേടുന്നത്. ആ മനുഷ്യർക്ക് കുറേ കൂടെ നീതിബോധം മനുഷ്യരുണ്ടാക്കി കൊണ്ടുവരുന്നു എന്നല്ലാതെ ദൈവങ്ങളൊന്നും മനുഷ്യർക്ക് അത്തരത്തിലുള്ള ഒരു നീതിബോധവും പ്രദാനം ചെയ്തതായിട്ട് കാണുന്നില്ല. ഈ ദൈവങ്ങൾ എഴുതിയെന്ന് പറയപ്പെടുന്ന മതഗ്രന്ഥങ്ങളിലെല്ലാം മനുഷ്യരോട് കൊല്ലാനും ചാവാനും പറയുന്നു എന്നല്ലാതെ, അടിമകളാക്കാൻ പറയുന്നു എന്നല്ലാതെ, വൃത്തികേടുകൾ പറയുന്നു എന്നല്ലാതെ, ആ കാലഘട്ടത്തിൽ മനുഷ്യർ ചെയ്തിരുന്ന തെമ്മാടിത്തങ്ങൾ ന്യായീകരിക്കുന്നു എന്നല്ലാതെ എന്ത് ദൃഷ്ടാന്തമാണ് ഇതിലൊക്കെ ഉള്ളത്? ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഇതിലാകെ ഒരു ദൃഷ്ടാന്തമേ ഉള്ളൂ. ഇത് മൊത്തം മനുഷ്യനിർമ്മിതമായ പൊള്ളത്തരങ്ങളാണ്. അത് അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ നമ്മൾ പേറിക്കൊണ്ട് നടക്കുകയാണ് എന്നതിൻ്റെ തെളിച്ചമുള്ള ദൃഷ്ടാന്തങ്ങൾ മാത്രമേ ഈ പറയുന്നതിലൊക്കെ കാണാൻ കഴിയുന്നുള്ളൂ. പ്രകൃതിയിലും നമുക്കതേ കാണാൻ കഴിയുന്നുള്ളൂ. പ്രകൃതിയിൽ നമ്മൾ അള്ളാഹുവിൻ്റെ ശിക്ഷ എന്നാണല്ലോ പറയുന്നത്. ഭൂകമ്പം ഉണ്ടാകുന്നതും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതും കൊടുങ്കാറ്റുണ്ടാകുന്നതും ഒക്കെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരെ, റസൂലിനെ ധിക്കരിക്കുന്നവരെ, അവിശ്വാസികളെ ശിക്ഷിക്കാനാണ് അള്ളാഹു ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഖുർആനിൽ കഥ പറയുന്നത്. നമ്മുടെ കൺമുമ്പിൽ ഞാൻ ജീവിച്ച 1/2 നൂറ്റാണ്ട് കാലത്ത് ഞാൻ ഒരുപാട് ഭൂകമ്പങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് കൊടുങ്കാറ്റുകൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് വെള്ളപ്പൊക്കങ്ങൾ കണ്ടിട്ടുണ്ട്, പലതരത്തിലുള്ള ദുരന്തങ്ങളും കണ്ടിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു ദൈവം വേറെ ദൈവങ്ങൾ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ ഒരു ദൃഷ്ടാന്തം കാണിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. ഇപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ള ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഏഷ്യൻ സുനാമി. 3 ലക്ഷം പേരാണ് സുനാമിയിൽ മരണപ്പെട്ടത്. അതിൽ ഹിന്ദുക്കളുമുണ്ട്, മുസ്ലിങ്ങളുമുണ്ട്, ക്രിസ്ത്യാനികളുമുണ്ട്, ബുദ്ധമതക്കാരുണ്ട്, യുക്തിവാദികളുണ്ട്, കന്നുകാലികളുണ്ട്, മൃഗങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. അതിൽ അമ്പലം പൊളിഞ്ഞു പോയിട്ടുണ്ട്, പള്ളി പൊളിഞ്ഞു പോയിട്ടുണ്ട്, ചർച്ച് പൊളിഞ്ഞു പോയിട്ടുണ്ട്, ബുദ്ധവിഹാരങ്ങൾ പൊളിഞ്ഞു പോയിട്ടുണ്ട്, സകല ദൈവങ്ങളും പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ
ഏത് ദൈവം ഏത് വിശ്വാസത്തെ സംരക്ഷിക്കാനുള്ള ദൃഷ്ടാന്തമാണ് കാണിച്ചത്? ആർക്കെതിരെ എന്തിനുള്ള ശിക്ഷയാണ് കാണിച്ചത്? ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ നടന്നിട്ടുള്ളത് തുർക്കി, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, സിറിയ, പാകിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള മുസ്ലിം രാജ്യങ്ങളിലാണ്. അപ്പോൾ മുസ്ലിങ്ങളോട് ദേഷ്യമുള്ള ഒരു ദൈവമാണ് ഈ പ്രകൃതിയെ നിയന്ത്രിക്കുന്നത് എന്നതിൻ്റെ ദൃഷ്ടാന്തമായിട്ട് നിങ്ങളത് എടുക്കുമോ? അതെടുക്കാൻ പറ്റില്ല. മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും നടന്നാൽ അത് അള്ളാൻ്റെ ദൃഷ്ടാന്തം എന്ന് പറയുക, മറ്റേതൊക്കെ അള്ളാൻ്റെ പരീക്ഷണം എന്ന് പറഞ്ഞിട്ട് നേരെ പ്ലേറ്റ് മാറ്റി വെക്കുക. ഇതാണ് വിശ്വാസികൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു ദൃഷ്ടാന്തം കാണിച്ചുകൊണ്ട് മനുഷ്യർക്ക് എന്ത് പ്രയോജനമാണ് കൂട്ടരെ? അങ്ങനത്തെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചുകൊണ്ട് ഈ ദൈവങ്ങൾക്ക് എന്ത് പ്രയോജനമാണ്? ഇവിടെ പ്രകൃതിയിൽ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ദൈവം ശരിയാണ് എന്നതിനോ ഏതെങ്കിലും ദൈവങ്ങൾ തെറ്റാണ് എന്നതിനോ ഒരു നിസ്സാരമായ ദൃഷ്ടാന്തമെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരുടെ മുമ്പിൽ അങ്ങനെ ഒരു ദൃഷ്ടാന്തം ഇല്ല. ഉള്ള ദൃഷ്ടാന്തം ഈ പറയുന്ന കഥകളൊക്കെ വെറും നുണയാണ് എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മാത്രമേ ഉള്ളൂ. ബദർ യുദ്ധത്തിൽ മാത്രം ദൃഷ്ടാന്തം പറഞ്ഞുകൊണ്ട് ജൂതന്മാരെ പോയി വെല്ലുവിളിക്കുന്ന തെമ്മാടിത്തമാണ് ഇവിടെ നമ്മൾ ഖുർആനിൽ കാണുന്നത്. 14 ഭാര്യമാർ, പുത്രന്മാർ, കൂമ്പാരമായി കൂട്ടിയ സ്വർണം, വെള്ളി, മേത്തരം, കുതിരകൾ, നാൽക്കാലി വർഗ്ഗങ്ങൾ, കൃഷിയിടം എന്നിങ്ങനെ ഇഷ്ടപ്പെട്ട വസ്തുക്കളോടുള്ള പ്രേമം മനുഷ്യർക്ക് അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു. അതൊക്കെ ഇഹലോക ജീവിതത്തിലെ വിഭവങ്ങളാകുന്നു. അള്ളാഹുവിൻ്റെ അടുക്കലാകുന്നു ചെന്നു ചേരാനുള്ള ഉത്തമ സങ്കേതം. ഇപ്പം മനുഷ്യർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ഒരു വചനം അനുസരിച്ച് മനുഷ്യരാരാണ് എന്നുള്ളത് ഈ വചനത്തിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമായിട്ട് അവിടെ ഉണ്ട്. പുരുഷന്മാർ മാത്രമാണ് മനുഷ്യർ. പ്രായപൂർത്തിയായ പുരുഷൻ മാത്രമാണ് മനുഷ്യർ. അതിൽ തന്നെ സ്വതന്ത്രരായ മനുഷ്യർ മാത്രം മനുഷ്യർ. ഇവിടെ അടിമ അതിൽ പെടുന്നില്ല. ഞാൻ പറയുന്നതല്ല, ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറിൽ തന്നെ പറയുന്നുണ്ട്, മനുഷ്യർക്ക് ഉള്ള വിഭവങ്ങളുടെ കൂട്ടത്തിൽ അടിമകൾ പറയുന്നുണ്ട്. ഇതാ കാണിച്ചു തരാം. സ്ത്രീകൾ വിഭവങ്ങളാണ്. സ്ത്രീകൾ വിഭവങ്ങളാണ് എന്നതിന് ഇബ്നു അബ്ബാസ് ഒരു വിശദീകരണം കൊടുത്താണ് ഞാൻ ആ വരയിട്ടിരിക്കുന്നത്. മീനിങ് സ്ലേവ് വിമൻ ആൻഡ് വൈഫ്സ്. അടിമ പെണ്ണുങ്ങൾ, വെപ്പാട്ടി പെണ്ണുങ്ങളും ഭാര്യമാരുമായ പെണ്ണുങ്ങൾ മനുഷ്യർക്കുള്ള വിഭവങ്ങളാണ് എന്നാണ് പറഞ്ഞത്. സ്ലേവ്സ് ആൻഡ് ചിൽഡ്രൻ, അടിമകളും കുട്ടികളും വിഭവങ്ങളാണ് എന്നാണ് പറഞ്ഞത്. ആരാ പറയുന്നത്? ഇബ്നു അബ്ബാസ് പറയുന്നു. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം അനുസരിച്ചാണ് ഈ പറയുന്നത്. മനുഷ്യർ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രരായ പ്രായപൂർത്തിയായ പുരുഷന്മാർ മാത്രം. അവരുടെ വിഭവങ്ങളാണ് അടിമകളായ പുരുഷന്മാരും അടിമകളായ കുട്ടികളും പിന്നെ അവരുടെ മക്കളായ കുട്ടികളും പിന്നെ അവരുടെ സ്ത്രീകളും അടിമപ്പെണ്ണുങ്ങളും ഭാര്യമാരും ഒക്കെ ആസ്വദിക്കാനുള്ള വിഭവങ്ങളാണ് എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ അതൊക്കെ ഇഹലോകത്തെ നിങ്ങൾക്ക് വെറും താൽക്കാലികമായ വിഭവങ്ങളാവുന്നു. നിങ്ങൾക്ക് യഥാർത്ഥ വിഭവങ്ങൾ കിട്ടാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ അടുക്കലാണ്. ഇതൊക്കെ ക്രിസ്ത്യാനികളുടെ മുമ്പിൽ തോറ്റ് വഷളായ സമയത്ത്, നാണം കെട്ട സമയത്ത് അവരെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് സ്വന്തം അനുയായികളുടെ വിശ്വാസം പിടിച്ചു നിർത്താൻ വേണ്ടി മുഹമ്മദ് വെപ്രാളപ്പെട്ട് നടത്തിയിട്ടുള്ള, കിളിപോയ അവസരത്തിൽ നടത്തിയിട്ടുള്ള അസംബന്ധ ജൽപ്പനങ്ങളാണ്. ഒരു ദൈവം എല്ലാ മനുഷ്യരെയും തുല്യരായി, സ്വന്തം സൃഷ്ടികളാണെങ്കിൽ എല്ലാ മനുഷ്യരെയും തുല്യ അന്തസ്സുള്ള, തുല്യ അവകാശങ്ങളുള്ള, തുല്യ സ്വാതന്ത്ര്യമുള്ള മനുഷ്യരായിട്ട് കാണണം. അങ്ങനെ ഒരു ദൈവം ഒരിക്കലും സ്ത്രീകളെയും അടിമകളെയും കുട്ടികളെയും വിഭവങ്ങൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഈ വഷളത്തരം എഴുതി വെക്കില്ല. കുട്ടികൾ നാളെ ഈ സമൂഹത്തിൻ്റെ പ്രതിനിധികളായി വരാനുള്ള, ഇവിടുത്തെ പൗരന്മാരായി വളരാനുള്ള മനുഷ്യരാണ് കുട്ടികൾ. സ്ത്രീകൾ നമ്മളെപ്പോലെ തന്നെ അന്തസ്സും നമ്മളെപ്പോലെ തന്നെ അവകാശങ്ങളുമുള്ള പൗരത്വമുള്ള മനുഷ്യരാണ്. സ്ത്രീയും പുരുഷനും തുല്യരാണ്. മനുഷ്യൻ അടിമയും ഉടമയും എന്ന് പറയുന്നത് അങ്ങേയറ്റം തെമ്മാടിത്തമാണ്. അതൊക്കെയാണ് തിന്മ എന്ന് പറയുന്നത്, അനീതി എന്ന് പറയുന്നത്. ആ അനീതിയൊക്കെ ഇല്ലാതാക്കാനാണ് പടച്ചോൻ കിതാബ് കൊടുത്തയക്കേണ്ടത്. പക്ഷേ 6-ാം നൂറ്റാണ്ടിലെ മുഹമ്മദിൻ്റെ തൊള്ളയിൽ കൂടെ ഈ വൃത്തികേടുകൾ പറഞ്ഞ പടച്ചോന് അടിമത്തം തെറ്റാണെന്ന് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് അടിമകൾ വിഭവങ്ങൾ എന്ന തെമ്മാടിത്തം ഇതിനകത്ത് എഴുതി വെച്ചത്. ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമാണ്, അതല്ലാതെ ദൃഷ്ടാന്തത്തിന് വേണ്ടി ചിന്തിക്കുന്നവർക്കല്ല. ഖുർആൻ പറയുന്നത്, ഖുർആനിൽ എന്ത് പറഞ്ഞിരിക്കുന്നോ
അതിന് ദൃഷ്ടാന്തം ഉണ്ടാക്കിക്കൊണ്ട് ചിന്തിച്ചാൽ മതി എന്നാണ്. അല്ലാതെ യഥാർത്ഥം എന്താണ് എന്ന് ചിന്തിച്ചിട്ട് ഇത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയില്ല. അതാണ് വിശ്വാസം, അതാണ് അന്ധവിശ്വാസം. എല്ലാ അന്ധവിശ്വാസങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ട് ഇതിലേത് അന്ധവിശ്വാസം ശരിയെന്ന് കമ്പയർ ചെയ്യാൻ പോലും നമുക്ക് യാതൊരു ടൂളുമില്ല. നമ്മുടെ യുക്തി അനുസരിച്ച് നമ്മൾ കമ്പയർ ചെയ്യാൻ പോയാൽ എന്താ സംഭവിക്കുക? എന്നെ പോലെയാവും, മനുഷ്യരായി മാറും. ഇതൊക്കെ പൊട്ടത്തരാണെന്ന് മനസ്സിലാക്കിയിട്ട് എടുത്ത് വലിച്ചെറിയും. എന്നിട്ട് നമ്മൾ നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ച് ജീവിക്കും. അതാണ് സംഭവിക്കുക. അങ്ങനെ ജീവിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല എന്നുള്ളതിൻ്റെ ജീവനുള്ള ദൃഷ്ടാന്തമാണ് ഈ ഇരിക്കുന്ന ഞാനും എൻ്റെ കുടുംബമൊക്കെ. 50 കൊല്ലമായിട്ട്, അരനൂറ്റാണ്ടായിട്ട് ഈ മതം വലിച്ചെറിഞ്ഞ് സുഖസുന്ദരമായിട്ട് ഇവിടെ ജീവിക്കുന്നു. ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. നിങ്ങൾ വിശ്വാസികളുടെ കുടുംബങ്ങളിൽ നടക്കുന്ന ഒരു കുഴപ്പവും നമ്മുടെ കുടുംബത്തിലുണ്ടായിട്ടില്ല. നമ്മൾ സുഖമായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്. ഇനി നിങ്ങളെ നരകം, അതിനെപ്പറ്റി നമുക്കൊരു ബേജാറുമില്ല. കാരണം ഈ നരകത്തിൽ ഈ വിഡിത്തം വിശ്വസിക്കുന്ന ആളുകൾ മാത്രം കിടക്കുന്ന ഒരു സ്വർഗത്തിൽ പോകുന്നതിനേക്കാളും നല്ല നല്ല മനുഷ്യന്മാരൊക്കെ കുന്നുകൂടി കിടക്കുന്ന, വിറകായി കിടക്കുന്ന ആ നരകത്തിൽ വിറകായി കത്തുന്നത് തന്നെയാണ് ഭാഗ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇനി ഈ പറഞ്ഞ ഭാര്യമാർ, പുത്രന്മാർ, അടിമകൾ എന്നൊക്കെ പറഞ്ഞ വിഭവങ്ങളുണ്ടല്ലോ, ഈ വിഭവങ്ങളൊന്നും അത്ര കാര്യമാക്കേണ്ടതില്ല. പരലോകത്തെ പടച്ചോൻ്റെ വിഭവങ്ങളാണ് പ്രധാനം എന്ന് മറ്റുള്ളവരെ ഉപദേശിക്കുന്ന ഈ മുഹമ്മദ് തൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്തത്? ഈ വിഭവങ്ങളൊക്കെ തനിക്കിഷ്ടം പോലെ ആസ്വദിക്കാമെന്നും തനിക്കിഷ്ടം പോലെ പെണ്ണ് കെട്ടാമെന്നും കെട്ടാത്ത പെണ്ണുങ്ങളെയും കിട്ടിയാൽ കൊള്ളാമെന്നും അതൊക്കെ അള്ളാൻ്റെ പേരിൽ ആയത്തിറക്കിക്കൊണ്ട് അനുയായികളെ കബളിപ്പിച്ചുകൊണ്ട് ലൈംഗികതയിൽ ആറാടുകയാണ് മുഹമ്മദ് ചെയ്തത്. ഇത് ഞാൻ പറയുന്നതല്ല, തെളിവുതാ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനമായി തന്നെ ഇബ്നു കസീറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇബ്നു കസീർ ഒരുപാട് ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. രണ്ട് മൂന്നെണ്ണം ഞാനിത് അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഇതൊക്കെ ഹദീസാണ്, നബി പറഞ്ഞതാണ്. The best members of this ummah are those who have the most wives. ഈ ഉമ്മത്തിൽ, മുസ്ലിം സമുദായത്തിൽ ഏറ്റവും നല്ല ആളുകൾ, ഏറ്റവും മുന്തിയ കൂട്ടരാരാന്നറിയോ? ഏറ്റവും കൂടുതൽ ഭാര്യമാരുള്ളവരാണ്. ഭാര്യമാരല്ല, ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളുള്ളവരാണ്. ഭാര്യമാരെന്നാണ് ഇവിടെ ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുള്ളത്, പക്ഷേ നിസാ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് നിസാ എന്ന് പറഞ്ഞാൽ? ഭാര്യ എന്നല്ല അർത്ഥം, പെണ്ണ് എന്നാണ് അർത്ഥം. ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളെ കൂടെ കിട്ടിയവന്, വെപ്പാട്ടികളായിട്ടും ഭാര്യമാരായിട്ടും ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളെ കിട്ടിയവനാണ് നമ്മളെ ഉമ്മത്തിൽ ഏറ്റവും മുന്തിയവൻ എന്ന് നബി പറഞ്ഞു എന്നാണ് ഇബ്നു കസീർ എഴുതി വച്ചിരിക്കുന്നത്. കാരണം മൂപ്പർക്ക് അതായിരുന്നു ഏറ്റവും വലിയ വിഭവം. ആ വിഭവത്തിന് വേണ്ടിയിട്ടാണ് ഒരുപാട് കള്ള ആയത്തുകൾ മൂപ്പർ ഇറക്കിയത്, അള്ളാൻ്റെ പേരും പറഞ്ഞിട്ട്. അടുത്ത് നോക്കൂ, ദിസ് ലൈഫ് ഈസ് എ ഡിലൈറ്റ് ആൻഡ് ദ ബെസ്റ്റ് ഓഫ് ഇറ്റ്സ് ഡിലൈറ്റ് ഈസ് എ റൈറ്റസ് വൈഫ്. ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു ഡിലൈറ്റാണ്, ഒരു ആസ്വാദനമാണ്. അതിലേറ്റവും വലിയ ആസ്വാദനം എന്താണ്? ഒരു സദ്വൃത്തയായ പെണ്ണ്, ഭാര്യയാണ്. അമ്രാത്ത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെയും ഭാര്യ എന്നാണ് ഇവിടെ അർത്ഥം കൊടുത്തിട്ടുള്ളത്. ഭാര്യ എന്നല്ല അർത്ഥം, പെണ്ണ് എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത്. കാരണം ഭാര്യ എന്ന് പറയുന്നത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വൈഫ് എന്ന് കൊടുക്കുന്നത്. ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഭവമില്ല. ഇസ്ലാമിൽ പെണ്ണുങ്ങൾ ഭാര്യമാരായിട്ട് മാത്രമല്ല പെണ്ണുങ്ങളെ ആസ്വദിക്കാൻ കഴിയുക, വെപ്പാട്ടികളായിട്ടും അല്ലാത്ത നിലക്കുമൊക്കെ ഇഷ്ടം പോലെ മുത്തുകയായിട്ടുമൊക്കെ വ്യഭിചാരം ആസ്വദിക്കാനുള്ള സൗകര്യം ഇസ്ലാമിലുണ്ട്. അത് സാധാരണക്കാർക്ക് കുറച്ചും, മുഹമ്മദിന് അതിൻ്റെ ഇരട്ടി. മുഹമ്മദിന് ലിമിറ്റ്ലെസ്സും എന്നതായിരുന്നു സിദ്ധാന്തം. അതിനാണ് മുഹമ്മദ് അള്ളാൻ്റെ പേരിൽ ആയത്തുകൾ ഇറക്കിക്കൊണ്ടിരുന്നത്. ഇനി അടുത്ത ഹദീസ് നോക്കൂ. ഐ വാസ് മെയ്ഡ് ടു ലൈക്ക് വുമൻ ആൻഡ് പെർഫ്യൂം ആൻഡ് ദ കംഫർട്ട് ഓഫ് മൈ ഐ ഈസ് ദ പ്രെയർ. മൂപ്പർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സാധനം പെർഫ്യൂമും പെണ്ണും ആണ് എന്നാണ് പറയുന്നത്. ആരാണ് പറയുന്നത്? മാനവരിൽ മഹോന്നതനായ മുത്തുനബി പറയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സാധനം ഒന്ന് പെണ്ണും ഒന്ന് പെർഫ്യൂമും സുഗന്ധവുമാണ്. അത്തറും പെണ്ണും. അതാണ് മുസ്ലിങ്ങൾക്കിടയിൽ അത്തറിന് വലിയ പ്രാധാന്യം. അത്തർ കച്ചവടം കൊണ്ട് പൈസ ഉണ്ടാക്കിയ ഒരുപാട് ആൾക്കാരുണ്ട്. പെരുന്നാളൊക്കെ ആകുമ്പോൾ പള്ളിയിൽ പോകുമ്പോഴൊക്കെ അത്തർ പൂശി പോകുന്നത് എന്താ പറയുക? മുത്തുനബിക്ക് ഇഷ്ടം അതായിരുന്നു. അപ്പോൾ നമ്മളും കണ്ട് ഇഷ്ടപ്പെടുക, മുത്തുനബിക്ക് ഇഷ്ടമുള്ളത് നമ്മളും ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ സിദ്ധാന്തം. അതനുസരിച്ചാണ് അത്തർ മുസ്ലിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അതനുസരിച്ച് തന്നെയാണ് പെണ്ണ് വിഷയത്തിലും മുസ്ലിങ്ങൾ മുന്നിട്ട് നിൽക്കുന്നത്. കാരണം മുത്തുനബിക്ക് നല്ല ഇഷ്ടമുള്ള സാധനമായിരുന്നു ഈ രണ്ടും. ഞാൻ പറയുന്നതല്ല, ഇബ്നു കസീർ എഴുതി വെച്ച ഹദീസാണ്. ഇബ്നു കസീർ എഴുതി വെച്ചില്ലെങ്കിൽ നമ്മളിതൊക്കെ ഹദീസിൽ വായിച്ചിട്ടുള്ളതുമാണ്.
Aisha said, nothing was more beloved to the messenger of Allah than women except horses, and in another narration, than horses except women. മൂന്നാമത്തെ സാധനം കൂടെ ഉണ്ട്, കുതിരകൾ. പെർഫ്യൂം, പെണ്ണ്, കുതിര. ഇവിടെ ആയിഷ പറയുന്നത് മുഹമ്മദിന് പെണ്ണായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം, കുതിര കഴിഞ്ഞാൽ പിന്നെയെന്ന്. ഒരു സന്ദർഭത്തിൽ പറഞ്ഞത് കുതിരയാണ് ഏറ്റവും ഇഷ്ടം, പെണ്ണ് കഴിഞ്ഞാൽ പിന്നെ എന്ന്. അങ്ങനെ ആയിഷ രണ്ടും മാറ്റി പറഞ്ഞു എന്ന് പറയുന്ന ഹദീസാണ് ഇവിടെ ഇബ്നു കസീർ ഉദ്ധരിച്ചിട്ടുള്ളത്. കുട്ടികൾ ഒരുപാട് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കുട്ടികളെ പിറന്ന പെണ്ണുങ്ങളെ, ഒരുപാട് പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചോളി എന്ന് നബി ഉപദേശിച്ചിട്ടുണ്ട് എന്നും ഹദീസുകളിൽ ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ പെണ്ണും കുതിരയും അതൊക്കെ ഈ ഹദീസ്, ഈ ആയത്തിലും വരുന്നുണ്ട്. മനുഷ്യന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ, ആ വിഭവങ്ങളൊക്കെ ഇവിടെ ഇതൊക്കെയാണ് ഇഷ്ടം, ഇവിടെ ഇതൊക്കെയാണ് വിഭവം, പക്ഷേ ഇതൊന്നും ശാശ്വതമല്ല. അവിടെ ഇതിനേക്കാളും മുന്തിയ പെണ്ണും പിന്നെ കള്ളൊഴുകുന്ന പുഴയും തേനൊഴുകുന്ന പുഴയും പാലൊഴുകുന്ന പുഴയും ഒക്കെ അവിടെ കിട്ടും എന്നും പറയുന്നുണ്ട്. ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം തന്നെ ഈ കള്ളും തേനും പാലും ഒഴുകുന്ന പുഴയുള്ള, പിന്നെ ഇഷ്ടംപോലെ മാറിടം പൊന്തി നിൽക്കുന്ന വെളുത്ത പെണ്ണുങ്ങളും. ഇതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നാണ് ഈ വഷളൻ സിദ്ധാന്തം പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് നല്ല ദൃഷ്ടാന്തമാണ്. ബദർ യുദ്ധം മാത്രമല്ല ദൃഷ്ടാന്തം, ഖുർആൻ മൊത്തം ദൃഷ്ടാന്തമാണ്. അതുതന്നെയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദിൻ്റെ സ്വർഗവും നരകമൊക്കെ മരുഭൂമിയിലെ ഒരു കാട്ടറബിയുടെ സങ്കല്പമാണ്. സാമാന്യ ബുദ്ധി, കോമൺ സെൻസ് എന്ന് പറയുന്നൊരു സാധനം ഉപയോഗിച്ച് ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ മഞ്ഞുമലകളിലൂടെയൊക്കെ സഞ്ചരിച്ചു. -10 ഡിഗ്രി വരെയൊക്കെ തണുപ്പ്. അവിടെയൊക്കെ ചെന്ന് കാറ്റുകൂടി അടിച്ച് കഴിയുമ്പോൾ നമുക്ക് വിറച്ചിട്ട് കൈയൊക്കെ മരവിച്ച് വരും. ഗ്ലൗസ് ഊരിക്കൊണ്ട് ക്യാമറ പിടിക്കാൻ പോലും പറ്റില്ല, അത്രയും കടുത്ത തണുപ്പാണ്. മൂക്കും കണ്ണുമൊക്കെ എരിയ തണുത്തിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, മുഹമ്മദ് നബി ജനിച്ചിരുന്നത് വല്ല അലാസ്കയിലോ അതല്ലെങ്കിൽ സ്കാൻഡിനേവിയയിലോ അന്റാർട്ടിക്കയിലോ ഒക്കെ ആയിരുന്നെങ്കിൽ മുഹമ്മദ് നബിയുടെ സ്വർഗത്തിൽ 70,000 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു ഫയർ പ്ലേസാണ് ഉണ്ടാവുക, തീയ്. മുഹമ്മദിൻ്റെ നരകത്തിൽ നല്ല -50 ഡിഗ്രിയിലുള്ള ഐസും ആയിരിക്കും ഉണ്ടാവുക. കാരണം ഇവിടെ അതാണ് അനുഭവിക്കുന്നത്. മുഹമ്മദ് മരുഭൂമിയിൽ തണുപ്പ് എന്താണ്, കുളിരെന്താണ്, വെള്ളം എന്താണ്, തണലെന്താണെന്ന് അറിയാതെ ജീവിച്ചതുകൊണ്ടാണ് മുഹമ്മദിൻ്റെ സ്വർഗത്തിൽ മുഹമ്മദ് മരം വെച്ച് പിടിപ്പിച്ചത്, അവിടെ കൊണ്ടുപോയിട്ട് പുഴ ഒഴുക്കിയത്, അവിടെ കുളം കുഴിച്ചത്, അവിടെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നിറച്ചത്. നേരെ മറിച്ച് മുഹമ്മദ് അന്റാർട്ടിക്ക പോലുള്ളൊരു സ്ഥലത്താണ് ജീവിച്ചിരുന്നതെങ്കിൽ നരകത്തിൽ ഐസും സ്വർഗത്തിൽ തീയുമാണ് ഉണ്ടാവുക. ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമാണ്. അടുത്ത വാക്യം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.